എല്ലാവർക്കും നമസ്കാരം. മഹാലക്ഷ്മി സീരിയൽ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ എന്ന് വെച്ചാല് മഹാലക്ഷ്മിയും കരുണയും പോവാണല്ലോ മോഹിനിയുടെ കൂടെ. അപ്പൊ കണ്ണനാണെങ്കിൽ ഭയങ്കര വിഷമമാണ് മഹാലക്ഷ്മി പോകുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ. അങ്ങനെ യാത്ര പറയുവാണ്. അപ്പം കണ്ണൻ പറയുവാണ്, താൻ പോയാൽ പിന്നെ ഞാൻ ഇവിടെ എന്തോ ചെയ്യും, ഞാൻ ഒറ്റയ്ക്കാവും, തനിക്കൊന്നുമില്ലെങ്കിലും തന്റെ അമ്മയെങ്കിലും ഉണ്ടല്ലോ അവിടെ, എനിക്കിവിടെ ആരാ ഉള്ളതെന്നൊക്കെ പറഞ്ഞ് സെന്റി അടിക്കുവാണ്. മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ പോയിട്ട് വേഗം വരാം, ഞാൻ ചെല്ലുമ്പം കാര്യങ്ങളൊന്നും അമ്മ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഞാൻ അപ്പ തന്നെ തിരിച്ചു വരും, അതുകൊണ്ട് കണ്ണേട്ടൻ വിഷമിക്കണ്ട, ഞാൻ പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞ് കണ്ണനോട് യാത്രയൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മി ഇറങ്ങുവാണ്. ഇറങ്ങുമ്പോഴത്തേനും മഞ്ജുവും ദുർഗയും എല്ലാരും ഉണ്ട്. അപ്പം ദുർഗ പറയുവാണ്, എന്താന്നറിയത്തില്ല, പ്രതാപനും മുത്തശ്ശി ഇങ്ങനെ മാറണമെങ്കിൽ എന്തോ കാര്യമുണ്ട്, അവരുടെ ഈ സ്വഭാവ മാറ്റം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലെന്ന് പറയുവാണ്. അപ്പൊ മോഹിനി അവരെ കൺവിൻസ് ചെയ്ത് പറയുവാണ്, അത് ശരിക്കും ഒരു ജോത്സൻ പറഞ്ഞിട്ടാണ്, കുടുംബത്തിലെ ജോത്സനും പറഞ്ഞായിരുന്നു, മോളെ ആരെങ്കിലും വിഷമിപ്പിച്ചാല് അവർക്ക് തക്കതായ ശിക്ഷ കിട്ടുമെന്ന് കുടുംബ ജോത്സനും പറഞ്ഞായിരുന്നു, അത് എനിക്കറിയാം നന്നായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ദുർഗയ്ക്കൊന്ന് പരങ്ങി, കാര്യം ദുർഗയ്ക്കാണല്ലോ എപ്പോഴും ഇട്ട് മഹാലക്ഷ്മിയെ ദ്രോഹിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ മഹാലക്ഷ്മി കണ്ണനും വരുന്നുണ്ട്. അപ്പം മഹാലക്ഷ്മി, നീ ഇതുവരെ വീട്ടിലൊന്നും പോയിട്ടില്ല, പോയി 2 ദിവസം നിൽക്കാനൊക്കെ ദുർഗ പറയുന്നുണ്ട്. അപ്പൊ കണ്ണൻ പറയുവാണ്, 2 ദിവസമേ ഉള്ളൂ, അത് കഴിഞ്ഞ് തിരിച്ചിങ്ങ് വരണമെന്ന്, എനിക്ക് മഹാലക്ഷ്മിയെ പിരിഞ്ഞു നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറയും. അപ്പൊ മഞ്ജു പറയുവാണ്, ഈ പെൺകൊന്തനാണെങ്കിൽ ഇവളെ പിരിഞ്ഞു നിൽക്കാനും പറ്റത്തില്ലല്ലോ എന്ന്. അപ്പം മോഹിനി പറയുവാണ്, മോന് തീരെ താല്പര്യമൊന്നും ഇല്ലല്ലേ അങ്ങോട്ട് വിടാനെന്ന് പറയുവാണ്. അപ്പൊ പറയുന്നുണ്ട്, എനിക്ക് ഇവരെ ഇതുവരെ വിശ്വാസമൊന്നുമില്ല, പ്രതാപന്റെ അമ്മയും, അതുകൊണ്ട് എന്തോ എനിക്ക് അത്ര ഒരു നെഗറ്റീവാണ് ഫീലിംഗ്, അതുകൊണ്ട് എനിക്ക് വിടാൻ വലിയ താല്പര്യമൊന്നുമില്ല, പിന്നെ അയാളുടെ അമ്മ വിളിച്ചത് കൊണ്ട് പോവാന്നാണ് പറയുന്നത്, അതുകൊണ്ട് പോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നതാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മോഹിനി പറയുന്നുണ്ട്, മോൻ വിഷമിക്കണ്ട, വേഗം തന്നെ പറഞ്ഞു വിടാം, എന്തായാലും അവര് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പോയില്ലെങ്കിൽ മോശമല്ലേ എന്നൊക്കെ പറയുവാണ്, നിന്ന് സംസാരിക്കുവാണ്. അപ്പം കരുണയും ഉണ്ണി ഇറങ്ങി വരുന്നുണ്ട്, അവരും ഹാപ്പിയാണ്. എന്നിട്ട് പിന്നെ കണ്ണൻ കരുണ ഉപദേശിക്കുന്നുണ്ട്, കരുണ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ, ജോത്സ്യൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ, ഇനി നിനക്ക് നിന്റെ ചേച്ചിയെ സ്നേഹിക്കാം, നിന്റെ ചേച്ചി ഇനിയും ചേച്ചി എന്നൊക്കെ വിളിക്കാം എന്നൊക്കെ പറയുവാണ്. കരുണയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, എന്നാലും കരുണ നിന്ന് കേൾക്കുവാണ്. കരുണയ്ക്ക് ശരിക്കും ഇതിന്റെ ഒരു ഐഡിയ കിട്ടിയിട്ടില്ല എന്താ ഈ പുറകെ നടക്കുന്നതെന്ന്. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞു പോവാണ്. മഹാലക്ഷ്മി ആണെങ്കിൽ കാറിൽ കയറാൻ വേണ്ടി നിന്നിട്ട് കണ്ണനെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അപ്പോഴാണെങ്കിൽ മഞ്ജു പറയുവാണ് ഉണ്ണിയോട്, കണ്ടില്ലേ പ്രകടനങ്ങളൊക്കെ കണ്ടില്ലേ, സ്നേഹപ്രകടനങ്ങൾ എന്നൊക്കെ പറയുവാണ്. അങ്ങനെ മഹാലക്ഷ്മി ഇവരെല്ലാം കൂടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും മുത്തശ്ശിയും ഓൾറെഡി പ്രതാപനും പറയുന്നുണ്ട്, അമ്മയെ സ്നേഹിച്ചോണം, മാക്സിമം സ്നേഹിച്ചോണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, നീ കണ്ടോടാ, എന്റെ അഭിനയം കണ്ടോടാന്ന് പറയുവാണ്. അങ്ങനെ വന്നപ്പോഴത്തേനും മുത്തശ്ശിയുടെ കൊച്ചുമോള് വന്നോന്ന് ചോദിച്ചോണ്ട് ഓടി ചെല്ലുവാണ്. കരുണയോർത്ത് കരുണയാ കെട്ടിപ്പിടിക്കാൻ വരുന്നത്, പക്ഷെ മഹാലക്ഷ്മി പോയി കെട്ടിപ്പിടിക്കുവാണ്. കെട്ടിപ്പിടിച്ചിട്ട് പറയുവാണ്, എന്റെ മോള് വന്നല്ലോ, പിന്നെ മോള് കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ, പ്രതാപം പറയുക, കാര്യങ്ങളൊക്കെ കരുണ അറിഞ്ഞില്ലേ, മോളെ സ്നേഹിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ മുത്തശ്ശി പറയുവാണ്, മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇതൊക്കെ കൊള്ളാം, പക്ഷെ ഇതിനകത്ത് എന്തെങ്കിലും ചതിയുണ്ടോ ഇല്ലെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയുവാണ്. അപ്പൊ പറയുന്നു, അങ്ങനെ ഞങ്ങൾ ചെയ്യുവോ, മോളെ എന്ന് അമ്പലത്തിൽ വെച്ച് ഞങ്ങൾ ഇൻസൾട്ട് ചെയ്തില്ലേ, അപ്പൊ തന്നെ ഞാനും കർണമോളും മറിഞ്ഞു വീണില്ലേ, എന്തോ ഭാഗ്യത്തിനാണ് കർണമോളുടെ വയറ്റിലെ കുട്ടിയൊന്നും ഇല്ലാവാണ്ട് പോവാതിരുന്നത്, അപ്പൊ അതുകൊണ്ട് മോളെ ഞങ്ങൾ, അതുമല്ല മോള് വിഷുവിന്റെ അന്ന് എന്നെ കണിയുണ്ടത് കൊണ്ട് എന്റെ കൈ പൊള്ളി, മോളെ കാണാത്ത കൊണ്ട് ഭയങ്കര വിഷമമായിരുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തള്ളാണ് പ്രതാപനും മുത്തശ്ശിയും കൂടെ. അങ്ങനെ വിളിച്ചു കയറ്റിക്കൊണ്ട് പോവാണ്. അപ്പൊ കരുണയ്ക്കാണ് ദേഷ്യം വരുവാണ്. കരുണ എന്നിട്ട് ഉപദേശിക്കുവാണ് മഹാലക്ഷ്മിയെ സ്നേഹിക്കാനെന്നും പറഞ്ഞ് മുത്തശ്ശിയും പ്രതാപനോടെ. അങ്ങനെ മോഹിനിയാണെങ്കിൽ കരുണയെ വാ മോളെ എന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോവാണ്. അപ്പൊ പ്രതാപനാണെങ്കിൽ കണ്ണടച്ച് കാണിക്കുവാണ് കരുണയെ. അപ്പൊ കരുണയ്ക്ക് മനസ്സിലായി എന്തോ ചതിയുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ കണ്ണനും മഹാലക്ഷ്മി ഫോൺ വിളിച്ച് സംസാരിക്കുവാണ്, അവർക്ക് രണ്ടുപേർക്കും മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം മഹാലക്ഷ്മി പറയുവാണ്, കണ്ണന് ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ രണ്ടുപേരെ അങ്ങോട്ട് വിടുന്നുണ്ടെന്ന് പറയുവാണ്. അപ്പൊ ലേഖയും അനന്തും അങ്ങോട്ട് വന്നു. അപ്പൊ ലേഖ അനന്തും വന്നത് കണ്ണനെ കൂട്ടിക്കൊണ്ട് പോവാനാണ്. അപ്പൊ അനന്തു പറയുവാണ്, മഹാലക്ഷ്മി ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഒരു ഫുഡ് പോലും നീ ഇവിടുന്ന് കഴിക്കല്ല്, എന്തെങ്കിലും വിഷം ചേർത്ത് തരും, അതുകൊണ്ട് നീ വേഗം ഒരുങ്ങി, നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാന്ന് പറഞ്ഞ് കണ്ണനെ കൊണ്ടുപോകാൻ വേണ്ടി ഇരിക്കുവാണ്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ. കൊല്ലാനാണെന്നാണ് പ്രതാപൻ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ എന്താന്നുള്ള കാര്യങ്ങൾ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്